ഏറ്റവും പുതിയ വിവാദവുമായി കേരള സർക്കാരിന്റെ ലോട്ടറി. കേരള സർക്കാർ പുറത്തിറക്കിയ സുവർണ കേരളം ലോട്ടറിയിൽ ഹിന്ദുമത നിന്ദ എന്ന ആരോപണം. സർക്കാരിന്റെ സുവർണ കേരളം ലോട്ടറിയിൽ ശിവലിംഗത്തിലേക്ക് ആർത്തവ രക്തം ഒഴുകുന്ന രീതിയിലുള്ള ചിത്രം ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിക്കണം എന്ന് ആവശ്യപ്പെട്ട് ബിജെപി ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ അദ്ദേഹം പറയുന്നത് മതം ഏതായാലും വിശ്വാസം അപമാനിക്കപ്പെടരുത് എന്നാണ്. ശബരിമല വിവാദം കൊഴുക്കുന്ന സമയത്ത് യുവതീ പ്രവേശനവും ആർത്തവവും വിഷയമാക്കി CPM സർക്കാർ കേരള ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ നടത്തിയ ആർത്തവം അതൊരു തരത്തിൽ ഹൈന്ദവ നിന്ദയായിരുന്നു. ഇനിയും അവസാനിപ്പിക്കാൻ തയ്യാറാകാതെ ഹിന്ദുവിനെ വേദനിപ്പിക്കുന്ന നയം തുടരുന്ന സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ്. സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഹിന്ദുവിനെയും ഹിന്ദുമത വിശ്വാസങ്ങളെയും അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കാറായില്ലേ? ലൈംഗിക വൈകൃതങ്ങൾ സംസ്കാരമായി പ്രകടിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തലച്ചോറുകൾ തച്ചുടയ്ക്കേണ്ട കാലം കഴിഞ്ഞു. അയ്യപ്പന്റെ മുതൽക്കട്ട് തിന്നുന്ന പിണറായിയും കൂട്ടരും ഇപ്പോൾ സുവർണ കേരളം എന്ന പേരിൽ ഇറക്കിയ ലോട്ടറിയിൽ ശിവലിംഗത്തിൽ ആർത്തവ രക്തം വീഴ്ത്തുന്ന ലൈംഗിക ആഭാസം ചിത്രീകരിച്ച് വിശ്വാസികളെ അധിക്ഷേപിച്ചിരിക്കുന്നു. ഇതിൽ പ്രതിഷേധിക്കുക എന്നാണ് എസ് സുരേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. സുവർണ കേരളത്തിന്റെ ഹിന്ദുമത നിന്ദയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി നിരവധി ആചാര്യന്മാരും സമൂഹത്തിലെ വിവിധ കോണിൽ നിന്നുള്ള പ്രമുഖരുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നതും ഇവിടെ ഭാഗ്യം അന്വേഷിച്ച് നടക്കുന്നതും ഹിന്ദുക്കളാണ് എന്ന ഒരു കമന്റ് കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഈ കുഴപ്പം അങ്ങ് നിൽക്കുമെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനുള്ള മറുപടി ഇങ്ങനെയാണ്: എലിയെ പേടിച്ച് ഇല്ലം ചൂടാൻ ഒക്കുമോ എന്നാണ് മറുചോദ്യം. എന്തായാലും ഹിന്ദുവിനെ അപമാനിക്കുക എന്നത് പിണറായി സർക്കാർ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്ന് സമൂഹം വിലയിരുത്തുകയാണ്. ഭരണം കയ്യിൽ നിന്നും പോകുന്നതിന്റെ വേവലാതി അതൊക്കെ തീർക്കാൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്നാണ് കേരളം പ്രതികരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഹിന്ദുക്കൾ കഴിഞ്ഞ 10 വർഷങ്ങളിലും പലതും സഹിച്ച് അപമാനിക്കപ്പെട്ടിട്ടും മര്യാദ കൈവിടാതെ ജീവിക്കുന്നവരാണ് എന്നും ഇപ്പോൾ ഈ വക അപമാനങ്ങളിൽ മടുത്ത് അവർ ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് ചുവടുവെക്കുന്ന ഈ കേരള സമൂഹത്തെ ഇവർ ഭയക്കുന്നുവെന്നും അതൊക്കെ തന്നെയാണ് ഈ മതവികാരം വ്രണപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യമെന്നും പ്രതിഷേധിക്കുന്നവർ പറയുന്നുണ്ട്. സർക്കാരിന്റെ സുവർണ കേരളം ലോട്ടറിയിൽ ശിവലിംഗത്തിലേക്ക് ആർത്തവ രക്തം ഒഴുകുന്ന രീതിയിലുള്ള ഒരു ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ അഡ്വൈസറി മെമ്പർ അഡ്വക്കേറ്റ് അഞ്ജന ദേവിയും സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. 2026 ജനുവരി 2-ന് നറുക്കെടുക്കാനിരിക്കുന്ന സുവർണ കേരളം ലോട്ടറിയിലാണ് വിവാദ ചിത്രം ഉള്ളത്. സുവർണ കേരളം എന്ന പേരിൽ കേരള സർക്കാർ ഇറക്കിയ ലോട്ടറിയാണ്. മഹാദേവന്റെ ശിരസിലേക്ക് ഒഴുകിയിറങ്ങുന്ന ആർത്തവ രക്തമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഹിന്ദുവിനെയും അവന്റെ വിശ്വാസങ്ങളെയും അപമാനിക്കുമ്പോൾ മതേതരത്വം പൂത്തുലയും. ശബരിമലയിൽ ആചാരലംഘനം നടത്തിയും സ്വർണം കട്ടുമുടിച്ചും മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാർ ഈ ലോട്ടറി ടിക്കറ്റ് പിൻവലിച്ച് ഈ നാട്ടിലെ ഹിന്ദു വിശ്വാസികളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ഇതിൽ പ്രതിഷേധിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് അഞ്ജന ദേവി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഹിന്ദു സംഘടനകൾ കോടതിയെ സമീപിക്കണം. ഇത്രയും പെട്ടെന്ന് ഹിന്ദുക്കളെ ആക്ഷേപിച്ചതിന് മതിയായില്ലേ? പിണറായി അയ്യപ്പന്റെ സ്വർണവും പഞ്ചലോഹ വിഗ്രഹങ്ങളും കട്ടുതിന്ന് മതിയായില്ലേ? ഇനി ശിവനെ ആക്ഷേപിക്കാനാണോ പരിപാടി? നാണവും മാനവും ഉണ്ടോ എന്നാണ് പല സ്ത്രീകളും ഈ അഞ്ജന ദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ചിത്രം അത് ലോട്ടറിയിൽ കാണിക്കാൻ ഒരല്പം ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നു. എല്ലാ മഹാദേവ വിശ്വാസികളെയുമാണ് അപേക്ഷിക്കുന്നത്. ഒരു കുടുംബമുള്ള ഒരു വ്യക്തിയാണ്, ഒരു കുടുംബസ്ഥനാണ്. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ആരാണ് ഇതിനിങ്ങനൊരു അനുമതി കൊടുത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇങ്ങനെയുള്ള രൂപങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് പ്രത്യക്ഷമായി തന്നെ ഒരു മതവിഭാഗത്തെ അപമാനിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. 2-ാം തീയതിയാണ് നറുക്കെടുപ്പ്. ഇനി 3-4 ദിവസങ്ങളെ മുന്നിലുള്ളൂ. ഇതിനുള്ളിൽ ഈ ലോട്ടറി ടിക്കറ്റ് നിരോധിക്കാനുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കണം എന്നത് തന്നെയാണ് ശക്തമായി പ്രതിഷേധിക്കുന്നവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.